ഹായ് സ്റ്റുഡൻസ്, എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ് എന്ന ടോപ്പിക് ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായിരുന്നു സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ്. ഇനി അതേ താപഫലം ഉപയോഗപ്പെടുത്തുന്ന ഒട്ടനവധി ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ വീടുകളിലുണ്ട്. അയൺ ബോക്സ്, ഹെയർ ഡ്രയർ, വാട്ടർ ഹീറ്റർ, അല്ലെ, ഇങ്ങനെ ഒട്ടനവധി ഉപകരണങ്ങൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. ഇവയിലെല്ലാം നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ, വൈദ്യുതോർജം കൊടുക്കുമ്പോൾ അത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജമായിട്ട് മാറുകയാണ്. ഇങ്ങനെ ഇത്തരം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളിൽ അല്ലെങ്കിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോയിലുണ്ട്. അല്ലെങ്കിൽ ഹീറ്റ് കിട്ടുന്നതിന് വേണ്ടി, ഇപ്പൊ നമുക്കറിയാം ഏത് സർക്യൂട്ടിലും കറണ്ട് ഫ്ലോ ചെയ്താൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് അല്ലെങ്കിൽ ആ താപത്തിന്റെ അളവ് കൂട്ടണമെങ്കിൽ അവിടെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി എന്ന് നമ്മൾ കണ്ടു, അല്ലെ. സുരക്ഷാ ഫ്യൂസിലും അങ്ങനെ തന്നെയായിരുന്നു. സുരക്ഷാ ഫ്യൂസിന് ഹൈ റെസിസ്റ്റൻസ് ആയിരുന്നു, ഉയർന്ന പ്രതിരോധമായിരുന്നു. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ താപം ഉൽപ്പാദിപ്പിച്ച് ഉരുകി പോകുന്നത്. എങ്കിൽ അയൺ ബോക്സ് പോലുള്ള ഒരു ഉപകരണം നോക്കാം. അപ്പൊ അയൺ ബോക്സിലും നമ്മൾ ഒരു ചാലകം അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഉപയോഗിക്കുമ്പോൾ ആ കണ്ടക്ടറിനും ഹൈ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉയർന്ന പ്രതിരോധം ഉണ്ടായിരിക്കണം. കാരണം അവിടെ നമുക്ക് താപം ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ താപം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്ലയൻസസിൽ അല്ലെങ്കിൽ ഉപകരണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോയിൽ, ആ കോയിലിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് നിക്രോം എന്ന് പറയും. നിക്രോം. സോ നിക്രോം എന്ന് പറയുന്ന ഒരു മെറ്റൽ, ഒരു ലോഹമാണ് അല്ലെങ്കിൽ ഒരു ലോഹ സങ്കരമാണ്. കാരണം ഒന്നിലധികം ലോഹങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു പദാർത്ഥമാണ്, ഒരു മെറ്റീരിയലാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിക്രോം ആണ് നമ്മൾ സാധാരണയായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ എമൗണ്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് അയൺ ബോക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹെയർ ഡ്രയറിൽ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ ഹീറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡക്ഷൻ കുക്കറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ താപം നന്നായി ഉൽപ്പാദിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ട എല്ലാ ഉപകരണങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നിക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും നിക്രോമിന്റെ പ്രത്യേകതകൾ? അതാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. പ്രോപ്പർട്ടീസ് ഓഫ് നിക്രോം, നിക്രോമിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. നിക്രോമിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ ഇയാൾ താപം നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ട ആളാണ്, ഹീറ്റ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഉയർന്ന പ്രതിരോധം, ഹൈ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിക്രോം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ നേരിട്ട് എന്താ പറയുക, കുഴിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതോ ആയിട്ടുള്ള ഒരു ലോഹമല്ല, ഒരു മെറ്റൽ അല്ല. എന്നാൽ മറ്റ് ചില മൂലകങ്ങൾ, മറ്റ് ചില മെറ്റലുകൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ സാധാരണയായിട്ട് നിക്രോം ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്, ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും, ഒന്ന് നിക്രോം എന്ന് പറയുമ്പോൾ നിക്കൽ, അതുപോലെ തന്നെ ക്രോമിയം, ഒക്കെ നിക്കൽ, ക്രോമിയം, മാംഗനീസ്, നിക്രോമിലെ മാംഗനീസ്, അതുപോലെ അയൺ, ഇരുമ്പ്. ഈ 4 ലോഹങ്ങൾ, നിക്കല്, ക്രോമിയം, മാംഗനീസ്, അയൺ, ഈ 4 അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, ഈ 4 ലോഹങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ലോഹ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നിക്രോം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നിക്രോം ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ, വൈദ്യുത ഉപകരണങ്ങളിൽ താപം ഉൽപ്പാദിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ നിക്രോമിന് സാധാരണയായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് കോയിൽ. എന്താണ്? ഹീറ്റിംഗ് കോയിൽ. സോ നിക്രോമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഹീറ്റിംഗ് കോയിൽ എന്നാണ്. അത് പേരിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്, അത് താപം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കോയിലാണ്. ഇനി എന്തൊക്കെയാണ് നിക്രോമിന്റെ പ്രത്യേകതകൾ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിക്രോമിന് നമ്മൾ പറഞ്ഞു, ഒന്ന് ഉയർന്ന പ്രതിരോധം ഉണ്ടാക്കണം, ഹൈ റെസിസ്റ്റൻസ്. കാരണം നന്നായിട്ട് ചൂടുണ്ടാക്കണമെങ്കിൽ ആ വസ്തുവിന് എപ്പോഴും പ്രതിരോധം കൂടുതൽ വേണം. എപ്പോഴും അത് ആലോചിക്കാം. നല്ല ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഹീറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, പ്രതിരോധം ഉയർന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഫ്യൂസ് വയറിൽ കണ്ടിരുന്നു, ഉയർന്ന പ്രതിരോധം ഉണ്ട്, നന്നായി ചൂടായി, പക്ഷെ പെട്ടെന്ന് ഉരുകിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഇവിടെ ഉരുകാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? കാരണം അത് കുറെ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളാണ്. ഉരുകിപ്പോയി മാറ്റി വെക്കാൻ നമുക്ക് കഴിയില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ നിക്രോമിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം കൂടുതലായിരിക്കണം. ഇപ്പൊ രണ്ട് പ്രത്യേകതകളായി നിക്രോമിന്: ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഉയർന്ന പ്രതിരോധം, ഉയർന്ന ദ്രവണാങ്കം. മൂന്നാമത്തത്, ഇപ്പൊ നമ്മൾ അയൺ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ചൂടായിട്ടുണ്ടാവും. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്താലും ആ ചൂട് കുറച്ച് സമയത്തേക്ക് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്, ഇല്ലേ? പെട്ടെന്ന് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ചൂടിനെ, ഉണ്ടായ ഹീറ്റിനെ കുറെ സമയത്തേക്ക് അവിടെ തന്നെ നിലനിർത്താനുള്ള കഴിവും നിക്രോമിനുണ്ട്. സോ മൂന്നാമത്തെ പ്രത്യേകത നമുക്കറിയാം, എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹോട്ട് കണ്ടീഷൻ. ഹോട്ട് കണ്ടീഷൻ, ചുട്ടുപഴുത്ത അവസ്ഥയിൽ, ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ കുറെ സമയം നിൽക്കാനുള്ള കഴിവും നിക്രോമിനുണ്ട്. ഇവ മൂന്നുമാണ് നിക്രോമിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന്, ഉയർന്ന പ്രതിരോധം, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം. അതോടൊപ്പം മനസ്സിലാക്കുക, നിക്രോം എന്ന് പറയുന്നത് ഒരു ലോഹസങ്കരമാണ്, അലോയ് ഓഫ് മെറ്റൽ ആണ്. ഏതൊക്കെ മെറ്റൽ, ഏതൊക്കെ ലോഹങ്ങൾ? നിക്കൽ, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയൺ. നിക്കല്, ക്രോമിയം, മാംഗനീസ്, ഇരുമ്പ് എന്നീ ലോഹസങ്കരങ്ങൾ, ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വൈദ്യുതിയുടെ താപഫലം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഏറ്റവും നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു മെറ്റലാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് നിക്രോം എന്ന് പറയുന്നത്. സോ നിക്രോം എന്ന ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതേ ഹീറ്റിംഗ് എഫക്റ്റ് നിന്നും നമുക്ക് ഇനി ലൈറ്റിംഗ് എഫക്റ്റിലേക്കാണ് കിടക്കാറുള്ളത്. ലൈറ്റിംഗ് എഫക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ടോപ്പിക് കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവർ. ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവർ. പവർ എന്നുള്ള ഒരു അളവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു പവർ എന്ന് പറഞ്ഞാൽ? സാധാരണയായിട്ട് നമ്മൾ പവർ കാണുന്നത് പി എന്ന അക്ഷരം കൊണ്ടാണ് പവറിനെ നമ്മൾ സൂചിപ്പിക്കാറ്. പി. പവർ എന്ന് പറയുന്നത് പ്രവൃത്തി ബൈ സമയമായിരുന്നു അല്ലെ? ഓർക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വർക്ക്, എനർജി, പവർ അല്ലെ? പ്രവൃത്തി, ഊർജം, പവർ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്, പ്രവൃത്തി ബൈ സമയമാണ്. ആ പ്രവൃത്തി അല്ലെങ്കിൽ വർക്കിനെയാണ് നമ്മൾ W എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്, സമയം അല്ലെങ്കിൽ ടൈമിനെയാണ് നമ്മൾ T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്, പ്രവൃത്തി ബൈ സമയമാണ്. ഇനി ആലോചിക്കുക, ഇവിടെ വൈദ്യുത പവറാണ് നമുക്ക് നോക്കേണ്ടത്, ഇലക്ട്രിക് പവറാണ്. അപ്പൊ ഏതൊരു ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിയാലും, ഇന്നിപ്പോ ഒരു ബൾബ് ആയിക്കോട്ടെ, അതുപോലെ ഫാൻ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഏത് ഉപകരണങ്ങളാണെങ്കിലും അതിൽ അതിന്റെ പവർ എഴുതിയിട്ടുണ്ടാവും അല്ലെ? ഏത് യൂണിറ്റിലാണ് ഈ പവർ എഴുതിയിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താണ് പവറിന്റെ യൂണിറ്റ്? ഓർക്കുന്നുണ്ടോ? അതെ, വാട്ട് എന്നാണ് അല്ലെ? അപ്പൊ യൂണിറ്റ് ഓഫ് പവർ നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. യൂണിറ്റ് ഓഫ് പവർ, പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. വാട്ട്. ആ വാട്ടിനെ നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് W ആണ്. W എന്ന സിമ്പൽ കൊണ്ടാണ് ഇനി വാട്ട് അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റിനെ നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, അപ്പൊ യൂണിറ്റും പറഞ്ഞു, അതിന്റെ ഇക്വേഷനും നമ്മൾ പറഞ്ഞു. ഇനി വൈദ്യുത പവറിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പൊ വൈദ്യുത പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ബൈ സമയമാണ് അല്ലെ? പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയുടെ അളവ് ബൈ അതിനടുത്ത സമയം. അപ്പൊ വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഉപകരണം ചെയ്ത പ്രവൃത്തി ബൈ സമയം അല്ലെ? ഇപ്പൊ ബൾബിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾബ് ചെയ്ത പ്രവൃത്തി, ബൾബ് ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ അതിനടുത്ത സമയം. ഒരു ഇലക്ട്രിക് ഫാനിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇലക്ട്രിക് ഫാൻ ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ ആ വർക്കിനെടുത്ത ടൈം. ഇലക്ട്രിക് ഫാൻ ചെയ്ത പ്രവൃത്തി ബൈ ആ പ്രവൃത്തിക്ക് എടുത്ത സമയം. ഓക്കെ, അപ്പൊ പവറിന്റെ നിർവചനം ഇതാണ്. എന്താണ്? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ എ ഡിവൈസ്, ബൈ എൻ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിൽ ഒരു ഉപകരണം വിനിയോഗിക്കുന്ന ഊർജത്തിന്റെ അളവിനെയാണ് പവർ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഏത് ഉപകരണത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ ആ ഉപകരണം ചെയ്ത പ്രവൃത്തി ബൈ അതിനെടുത്ത സമയമാണ്. ക്ലിയർ അല്ലേ? ആ നിർവചനം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പോൾ എന്താണ് പവർ എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇനി ഈ പവറിന്റെ ഇക്വേഷൻസ്, സമവാക്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പവറിന്റെ സമവാക്യങ്ങൾ. Equations for power. നമ്മൾ ജൂൾ നിയമത്തിൽ താപത്തിന്റെ ഒരുപാട് സമവാക്യങ്ങൾ പഠിച്ചില്ലായിരുന്നു, 3 സമവാക്യങ്ങൾ. അതുപോലെ ഇവിടെ പവർ കണക്കാക്കാനും പവർ കണ്ടെത്താനും നമുക്ക് അത്തരത്തിലുള്ള ഒരു 3 സമവാക്യങ്ങൾ, 3 ഇക്വേഷൻസ് ആണ് കണ്ടെത്താൻ പോകുന്നത്. പവറിന്റെ ഇക്വേഷൻ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? പവർ സമം അല്ലെ, P സമം W/T, വർക്ക് ബൈ ടൈം എന്നാണ്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത് ഉപകരണമാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ബൾബിന്റെ പവർ കാണുമ്പോൾ ബൾബ് ചെയ്യുന്ന വർക്കാണ്. ഫാനിന്റെ പവർ കാണുമ്പോൾ ഫാൻ ചെയ്ത വർക്കാണ്, പ്രവൃത്തിയാണ്. അയൺ ബോക്സിന്റെ പവർ കാണുമ്പോൾ അയൺ ബോക്സ് ചെയ്ത പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അയൺ ബോക്സിന്റെ വർക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അയൺ ബോക്സ് ആണെങ്കിൽ അയൺ ബോക്സിന്റെ വർക്ക് എന്ന് പറയുന്നത് എന്താ? അയൺ ബോക്സിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താ? അതെ, താപം ഉൽപ്പാദിപ്പിക്കലാണ്, ഹീറ്റ് ഉണ്ടാക്കലാണ് അല്ലെ. എങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതിക്കൂടെ? പവർ സമം W എന്നുള്ളതിന് പകരം H/T എന്ന് എഴുതാം. P = H/T. എന്തുകൊണ്ടാണ് ഞാൻ H എന്ന് കൊടുത്തത്? കാരണം ഒരു അയൺ ബോക്സ് അല്ലെങ്കിൽ താപ ഉപകരണങ്ങൾ നോക്കിയാൽ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് താപം ഉൽപ്പാദിപ്പിക്കലാണ്, ഹീറ്റ് ഉണ്ടാക്കുന്നതാണ് അല്ലെ. എങ്കിൽ ആ പ്രവൃത്തിക്ക് പകരം W എന്ന വർക്കിന് പകരം നമുക്ക് H എന്ന് എഴുതാം. സോ P = H/T എന്ന് നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ഇതാണ് പവറിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. P = H/T, ഹീറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ. എങ്കിൽ നമുക്ക് ഇതിനെ ഇനി പല രൂപത്തിലേക്ക് മാറ്റി എഴുതാം. കാരണം H കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? ഓർക്കുന്നില്ലേ? H = I²RT പഠിച്ചിട്ടുണ്ട്. H = V²T/R എന്ന് പഠിച്ചിട്ടുണ്ട്. H = VIT എന്നും പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ താപത്തിന്റെ 3 ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് പവറിന്റെ മറ്റു ചില ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം. ശരിയൂടെ? ഏതൊക്കെ എഴുതാം? P = നമുക്കറിയാം എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ H/T ആണ്. എങ്കിൽ ആ H എന്നുള്ളതിന് പകരം ഇവിടെയുള്ള Hന് പകരം നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം? I²RT. അപ്പോൾ I²RT കൊടുത്താൽ I²RT/T എന്ന് വന്നു അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് T, ഇവിടെ നിന്ന് T കട്ട് ചെയ്താൽ ബാക്കി P = I²R എന്ന് നമുക്ക് എഴുതാം. പവറിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ. ഇനി മൂന്നാമത്തത് ഇതേപോലെ തന്നെയാണ്, എളുപ്പമാണ്. P = H/T. നമുക്കറിയാലോ, പവർ എന്ന് പറഞ്ഞാൽ താപം ബൈ ടൈം ആണ്, ഹീറ്റ് ബൈ ടൈം ആണ്. ഇനി ഹീറ്റ് കാണാൻ നമ്മുടെ കയ്യിൽ അടുത്ത ഫോർമുലയില്ലേ? ഏതാ അടുത്ത ഫോർമുല? V²T/R. സോ നമുക്ക് Hന് പകരം V²T/R എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ T. ഇവിടെയുള്ള T കൊടുത്തു. അപ്പോൾ ഈ ടിയും കട്ട് ചെയ്താൽ ബാക്കി P = V²/R. ഇതിന്റെ സ്റ്റെപ്പുകളൊന്നും നമുക്ക് ആവശ്യമില്ല, ഈ സ്റ്റെപ്സ് ഒന്നും ആവശ്യമില്ല, ഫൈനൽ ഇക്വേഷൻ മാത്രം മതി. ഓക്കെ. മൂന്നാമത്തത് എന്താണ്? ഇതുപോലെ തന്നെ P = H/T നമ്മൾ പഠിച്ചു അല്ലെ. H കാണാനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ എന്താ? VIT. സോ P = Hന് പകരം നമുക്ക് VIT കൊടുക്കാം, ഡിവൈഡഡ് ബൈ T. അപ്പൊ ടിയും കട്ട് ചെയ്യും, ബാക്കി എന്താണ്? P = VI. അപ്പൊ ഞാൻ ഈ ബോക്സിലാക്കി വെച്ച 4 ഇക്വേഷൻസ്, ഇതാണ് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് P കാണാൻ H/T, പിന്നെ P = I²R, P = V²/R, then P = VI. അപ്പോൾ പവർ കണ്ടെത്താൻ നമുക്ക് 4 സമവാക്യങ്ങളായി, 4 ഇക്വേഷൻസ് ആയി. നമ്മൾ ജൂൾ നിയമത്തിൽ പഠിച്ചതുപോലെ തന്നെ, ജൂൾസ് ലോയിൽ പറഞ്ഞതുപോലെ തന്നെ, തന്ന വാല്യൂസ്, ഗിവൺ വാല്യൂസ് ഏതാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ഇക്വേഷൻ എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ I-ഉം R-ഉം തന്നു, കറണ്ടും റെസിസ്റ്റൻസും തന്നു. കറണ്ടും റെസിസ്റ്റൻസും ആണ് തന്നതെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ എടുക്കും? അതെ, P = I²R. വോൾട്ടേജും കറണ്ടും തന്നു,
അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കും? P is equal to VI. വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് തന്നതെങ്കിലോ ഏത് ഇക്വേഷൻ എടുക്കും പവർ കാണാൻ? P is equal to V²R. ക്ലിയർ അല്ലേ? സോ സ്റ്റെപ്സുകൾ നിർബന്ധമില്ല, പക്ഷെ ആ ബോക്സിലാക്കി ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പവറിന്റെ വ്യത്യസ്ത ഇക്വേഷനുകൾ പറഞ്ഞു. ഇനി ഒരു അളവും കൂടി നമുക്ക് ഇതിൽ പറയാനുണ്ട്. നമ്മൾ ഇവിടെ എഴുതിയ അവസാനത്തെ ഇക്വേഷൻ നോക്കാം. P is equal to VI. P is equal to VI എന്നുള്ള ഇക്വേഷൻ ഞാൻ ഇവിടേക്ക് വീണ്ടും മാറ്റി എഴുതാണ്. P is equal to V into I. അതായത് പവർ സമം വോൾട്ടേജ് ഗുണിക്കണം കറണ്ട് അല്ലെ? പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അതല്ലേ ഇക്വേഷൻ വന്നത്? എങ്കിൽ ഇവിടെ I കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഈ ഒരു ഫോർമുലയിൽ നിന്നും I കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? P is equal to VI ആണെങ്കിൽ I അല്ലേ നമ്മൾ കാണേണ്ടത്? I കാണണമെങ്കിൽ ഈ VA നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം V ഇൻറ്റു V എന്നുള്ളത് ഇവിടേക്ക് എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ V എന്നാവും. അപ്പൊ അവിടെ ഓൾറെഡി ആരുണ്ട്? P ഉണ്ട് അല്ലെ? അപ്പൊ P ഡിവൈഡഡ് ബൈ V എന്ന് വന്നു. സോ I is equal to P divided by V എന്ന് നമുക്ക് കിട്ടി. അപ്പൊ കറണ്ട് കാണാൻ ഉള്ള ഒരു ഇക്വേഷൻ ആണ് I is equal to P by V. ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ്, കറണ്ടിന്റെ യൂണിറ്റ് എന്തായിരുന്നു മക്കളെ? ആംബിയറേജ് ആണ്. ആംബിയർ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? A എന്നുള്ള അക്ഷരം കൊണ്ടല്ല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാറുണ്ട്, ആംബിയറേജ്. ആംബിയറേജ് ആംബിയറേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. B പവർ, പവറിന്റെ യൂണിറ്റ് എന്തായിരുന്നു? വാട്ട് അല്ലേ? ആ വാട്ടിന് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, വാട്ടേജ് ഡിവൈഡഡ് ബൈ V എന്തായിരുന്നു? വോൾട്ടേജ്. സോ ആംബിയറേജ് എന്ന് പറയുന്ന ഒരു അളവ്, ആ ആംബിയറേജ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയത്, വാട്ടേജ് ബൈ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പുതിയൊരു അളവിനെ കുറിച്ച് പഠിക്കാം, ആംബിയറേജ്. ആംബിയറേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കറണ്ട് തന്നെയാണ്. വൈദ്യുതിയെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ആംബിയറേജ് എന്ന് പറയുന്നത്. അപ്പൊ ആംബിയറേജ് കാണാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ എന്താണ്? ആംബിയറേജ് കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം കറണ്ട് കാണുക എന്ന് തന്നെയാണ്. അത് കാണാനുള്ള ഫോർമുല എന്താണ്? പവർ ബൈ വോൾട്ടേജ്. ആ പവറിനെ എങ്ങനെ വിളിക്കാം? വാട്ടേജ് എന്നും വിളിക്കാം, വോൾട്ടേജിനെ വോൾട്ടേജ് എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ അല്ലേ? ആ ഇക്വേഷനും കൂടി നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്താണ് ആംബിയറേജിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് നോക്കൂ. ആണോ, വോൾട്ടേജ്, പവറും അതുപോലെ തന്നെ വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ, അനുപാതം, ഇതിനെ പറയുന്ന പേരാണ് ആംബിയറേജ്. അല്ലോ, ഇക്വേഷൻ നോക്കിയാൽ പറയാം, പവർ ആണ് മുകളിൽ എഴുതിയ, വാട്ടേജ് എന്ന് പറഞ്ഞാൽ പവർ ആണ്, താഴെ എഴുതിയ വോൾട്ടേജ്. അപ്പൊ പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാതം, ഹരിക്കുന്നതിനാണ് നമ്മൾ അനുപാതം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയാം. ആ റേഷ്യോനെയാണ് നമ്മൾ ആംബിയറേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആംബിയറേജിന്റെ ഡെഫിനിഷൻ കൂടി എഴുതിയെടുക്കുക, ഇക്വേഷനും എഴുതി വെക്കുക. ഡെഫിനിഷൻ കൃത്യമായിട്ട് വായിച്ച് എഴുതുക, അതുപോലെ തന്നെ ഇക്വേഷനും കൂടെ എഴുതി വെക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് എന്താണ് നിക്രോം എന്നുള്ളത് പറഞ്ഞു, നിക്രോമിന്റെ പ്രോപ്പർട്ടീസ്, നിക്രോമിന്റെ സവിശേഷതകൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിക് പവർ, ആ ഇലക്ട്രിക് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വ്യത്യസ്ത ഇക്വേഷൻസുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം, ഒരു ചോദ്യം. ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഒരു ട്രയൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ഏതാ ഇക്വേഷൻ ഉപയോഗിക്കണം, പവർ കാണാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്നുള്ളത് നോക്കാം. ഒരു ഉപകരണത്തിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്, 230 വോൾട്ട് ആണ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാണ്. ആ ഉപകരണത്തിന്റെ കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. വോൾട്ടേജ് 230 ആണ്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ എഴുതാതെ നേരിട്ട് വാല്യൂസ് എഴുതിയത്. വോൾട്ടേജ് എന്ന് പറയുന്നത് 230 ആണ്. ആ ഉപകരണത്തിലെ കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. നിങ്ങളോട് ചോദ്യം, പവർ കണ്ടെത്തുക, പവർ കണക്കാക്കുക, കാൽക്കുലേറ്റ് പവർ, ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? വിയും ഐയും ആണ് നമുക്ക് തന്നത് അല്ലെ? അപ്പൊ ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാം? P is equal to
ഏതാണ്? പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. കണ്ടോ, ഞാൻ ആ ഇക്വേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറയുകയാണ്. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. എങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം പി ഈസ് ഈക്വൽ ടു വി. എത്രയാണ് വോൾട്ടേജിന്റെ വില? അതെ, 230 ആണ്. അപ്പൊ 230 ഇൻറ്റു ഐ. കറണ്ട് എത്രയാണ് തന്നത്? 2 ആംപിയർ. So 230 into 2. 230 into 2 is equal to 460. അത് മതിയോ? പവറിന്റെ യൂണിറ്റ് നമുക്കറിയാലോ. എന്താ പവറിന്റെ യൂണിറ്റ്? അതെ, വാട്ട്സ് ആണ്. അപ്പോൾ 460 വാട്ട്സ്, 460 വാട്ട്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ തന്ന വിലകൾ ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ എടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ഉപകരണത്തിന്റെ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. ഇതിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം എന്ന് പറയുന്നത് 23 ഓം ആണ്. 23 ഓം ആണ്. ഓക്കെ, റെസിസ്റ്റൻസ്, പ്രതിരോധം തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. പവർ കാണാനാണ് ചോദിച്ചത്. പി കാണുക. കാൽക്കുലേറ്റ് പവർ. ഏത് ഫോർമുല നമ്മൾ ഉപയോഗിക്കണം? അപ്പൊ വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല ഏതാണത്? അതെ, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് വി? എത്രയാ വോൾട്ടേജ്? 230 വോൾട്ട് ആണ്. അപ്പോൾ വി സ്ക്വയർ എന്നുള്ളതിന് 230 ഇൻറ്റു 230 അല്ലെ? വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വി ഇൻറ്റു വി അല്ലേ? അപ്പൊ 230ന്റെ സ്ക്വയർ, 230ന്റെ സ്ക്വയർ 230 സ്ക്വയർ is equal to 230 into 230. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ, റെസിസ്റ്റൻസ്, പ്രതിരോധം. എത്രയാണ് പ്രതിരോധം? അതെ, 23 ആണ് അല്ലെ? 23 ആണ്. സോ ഡിവൈഡഡ് ബൈ 23. ഇനി അത് ഹരിച്ചു നോക്കണം. അപ്പൊ അതിന് നമുക്ക് വെട്ടിച്ചെറുതായി കൂടെ. ന്യൂമറേറ്ററിൽ അംശത്തിൽ 230 ഉണ്ട് അല്ലെ? ഡിനോമിനേറ്ററിൽ അതായത് ഛേദത്തിൽ 23 ഉണ്ട്. അപ്പൊ 23 23 1 ടൈംസ് ആണ്. ഇവിടെ 1 ടൈംസ് 0, 10 ടൈംസ്. അപ്പൊ 230 23 10 ടൈംസ് ആണ്. അപ്പൊ 10 into 230 എത്ര? 10 into 230, 10 into 230 it is equal to 2300 watts. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വിലകൾക്കനുസരിച്ച് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് എഴുതി വെക്കാം. യെസ്, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. പവർ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ കറണ്ട്, സപ്പോസ് കറണ്ട് is equal to 3 ആംപിയർ ആണ്. ഒരു ഉപകരണത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി 3 ആംപിയർ ആണ്. അതിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ അതിലെ റെസിസ്റ്റൻസ്, വോൾട്ടേജ് അല്ല റെസിസ്റ്റൻസ്, പ്രതിരോധം. പ്രതിരോധം എന്ന് പറയുന്നത് 100 ഓം ആണ്. ഓക്കെ, എങ്കിൽ എത്രയായിരിക്കും അതിന്റെ പവർ? അപ്പൊ ഏതൊക്കെ വാല്യൂസ് ആണ് നമുക്ക് തന്നത്? കറണ്ടും റെസിസ്റ്റൻസും, വൈദ്യുതിയും തന്നു, പ്രതിരോധവും തന്നു, ഐയും ആറും തന്ന് നമ്മളോട് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. പി കാൽക്കുലേറ്റ് ചെയ്യുക. ഏതായിരിക്കും? ഈ രണ്ട് വാല്യൂസ് തന്നാൽ എങ്ങനെ നമ്മൾ പവർ കാണും? അതെ, നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. ഐയും ആറും തരുന്ന ഫോർമുല ഏതാണ്? പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അല്ലെ? എങ്കിൽ പി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഐ എത്രയാണ്? ഐ ഈസ് ഈക്വൽ ടു 3 ആംപിയർ ആണ്. അപ്പോൾ 3യുടെ സ്ക്വയർ ആണ് 3 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. എത്ര റെസിസ്റ്റൻസ്? 100 ആണ്. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 100. സോ പി ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. എത്ര? 3 സ്ക്വയർ 9. 9 ഇൻറ്റു 100. 9 ഇൻറ്റു 100 എത്രയാണ്? ഇറ്റ് ഈസ് 900. 900 അല്ലേ? അപ്പോൾ 900 വാട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഇക്വേഷൻസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യനിൽ നിങ്ങളോട് നേരെ തിരിച്ചു ചോദിക്കാം. ആംപിയറേജ് കാണാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പരിശോധിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതിനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുണ്ടാവും, കുഴപ്പമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. ഇനി ആംപിയറേജ് കാണാനാണ് ക്വസ്റ്റ്യൻ. ആംപിയറേജ് കാണാന്ന് പറഞ്ഞാൽ ഐ കാണുക എന്നല്ലേ അർത്ഥം. അപ്പൊ ഐ കാണാൻ നമ്മൾ പഠിച്ച ഫോർമുല എന്താ? പവർ ബൈ വോൾട്ടേജ് അല്ലെങ്കിൽ വാട്ടേജ് ബൈ വോൾട്ടേജ്. അപ്പൊ നിങ്ങൾക്ക് പവർ തന്നു. ഒരു ഉപകരണത്തിന്റെ പവർ സപ്പോസ് 1000 വാട്ട്സ് ആണ്.
1000 വാട്ട്സ് ആണ്. അതുപോലെ ആ ഉപകരണത്തിന്റെ വോൾട്ടേജ് 250 വോൾട്ട് ആണ്, 250 വോൾട്ട്. ഫൈൻഡ് ആംപിയറേജ് എന്ന് പറഞ്ഞു. ഫൈൻഡ് ആംപിയറേജ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് കാണുക എന്നാണ് മീനിങ്. അപ്പൊ ആംപിയറേജിന്റെ ഫോർമുല എഴുതുക. എന്താണ് ആംപിയറേജിന്റെ ഫോർമുല? I is equal to പവർ ബൈ വോൾട്ടേജ് അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, വാട്ടേജ് ബൈ വോൾട്ടേജ്, വാട്ടേജ് ബൈ വോൾട്ടേജ്. മലയാളത്തിൽ അങ്ങനെ തന്നെ, വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് നമുക്ക് എഴുതാം. ഇനി പവർ എത്രയാണ്? 1000 ആണ്. 1000 ബൈ വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് 250 ആണ്. അപ്പോൾ 2000 ബൈ 250 I is equal to, അപ്പോൾ 250 നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുക? 1000ൽ എത്ര തവണ 250 പോകും? അതെ, 4 ടൈംസ്. സോ കറണ്ട് എത്രയായിരിക്കും? 4 ആംപിയർ. അപ്പോൾ ആംപിയറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 4 ആംപിയർ ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും കൃത്യമായി കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ചെറിയ പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് തന്നത്. ഓരോ ഇക്വേഷനും എങ്ങനെ ഉപയോഗിക്കണം, ഗിവൺ വാല്യൂസ് നോക്കിയിട്ട് വേണം നമുക്ക് ഇക്വേഷൻ തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് വൈദ്യുതിയുടെ ലൈറ്റിംഗ് എഫക്റ്റ്, പ്രകാശഫലമാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.